കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി.ജെ.പി. ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നത്. അതാകട്ടെ നമ്മുടെ തലസ്ഥാന നഗരി തന്നെയാണ്, ഭരണസിരാ കേന്ദ്രമാണ്. തിരുവനന്തപുരം പിടിക്കുമ്പോൾ തല പിടിച്ചു എന്നത് തന്നെയാണ് ബി.ജെ.പിക്ക് എടുത്തു പറയാവുന്നത്. അവിടെ നിന്ന് പിന്നീട് ഉടലിലേക്ക് വ്യാപിക്കുക എന്നത് തന്നെയാണ് ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ചുവടുറപ്പിക്കുക, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാണിക്കുക, കഴിയുന്നത് 9 മണ്ഡലങ്ങൾ എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസം ബി.ജെ.പിക്കുണ്ട്. 34 ഇടങ്ങളിൽ ആണ് ബി.ജെ.പി. ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി ഒരുങ്ങുകയാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ മിഷൻ 2026 എന്ത് എന്നതാണ് ഇനി നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തും, അതും 45 ദിവസത്തിനുള്ളിൽ എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഊന്നിപ്പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിയുടെ പിടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ വരവ് എത്രയും പെട്ടെന്നുണ്ടാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് തിരുവനന്തപുരത്തിന് പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടി നടത്തുന്നതിന് വേണ്ടിയായിരിക്കും. ആ മിഷൻ എന്ത് എന്നതിലേക്കാണ് ഇനി നമ്മൾ വിശദമായി പോകുന്നത്. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34 മണ്ഡലങ്ങളിൽ ആയിരിക്കും ബി.ജെ.പി. ശ്രദ്ധ ഊന്നാൻ പോകുന്നത്. അത് ഒന്നുകിൽ വിജയ സാധ്യത അല്ലെങ്കിൽ വിജയമുറപ്പിക്കുന്ന, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വ്യത്യസ്തമായി ബി.ജെ.പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രം എന്നത് അവർ ക്ലാസുകളായി മണ്ഡലങ്ങളെ തിരിക്കും എന്നുള്ളതാണ്. എ ക്ലാസ് മണ്ഡലങ്ങൾ, എ പ്ലസ് മണ്ഡലങ്ങൾ, ബി ക്ലാസ്, ബി പ്ലസ് മണ്ഡലങ്ങൾ, അങ്ങനെയൊക്കെയാണ് മണ്ഡലങ്ങളെ തിരിക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പൊതുവെ ഇന്ത്യയുടെ മുഴുവൻ ലോക്സഭാ സീറ്റുകളുടെയും പട്ടികയെടുത്ത ശേഷം ആ മണ്ഡലങ്ങൾ എന്ന നിലയിലാണ് തിരിക്കുക. അതിൽ തന്നെ കേരളത്തിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ അത്രമേൽ ഫോക്കസ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളായിരുന്നു. അതിൽ തൃശ്ശൂരിൽ വിജയിക്കാൻ സാധിച്ചു. തിരുവനന്തപുരത്ത് വലിയ ഫൈറ്റ് നൽകാൻ ബി.ജെ.പിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. അവസാന ലാപ്പിലൊക്കെയാണ് പതിവ് പോലെ ശശി തരൂർ വിജയിച്ച് കയറിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ വോട്ടെണ്ണലിൻ്റെ ദിവസങ്ങളിൽ 20,000 വോട്ടിൻ്റെ മേൽക്കൈ വരെ എതിരാളിയേക്കാൾ നേടിയിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള 34 മണ്ഡലങ്ങളിൽ ആണ് ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ജനുവരി 2-ാം വാരം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഒരു പക്ഷേ ബി.ജെ.പി. കടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് വിജയിക്കാൻ ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ, വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിലേക്ക് ഒരു പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മറ്റു മുന്നണികളെക്കാൾ വേഗത്തിൽ ബി.ജെ.പി. ആയിരിക്കും. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടത്, നിലവിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ നേമത്ത് താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ചില സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നും അവരെ അവതരിപ്പിക്കാൻ പോകുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നേരത്തെ തയ്യാറെടുപ്പ് നടത്തുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ബി.ജെ.പിയുടെ വിലയിരുത്തൽ, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ 9 മണ്ഡലങ്ങളിൽ എങ്കിലും 40,000-ഓളം വോട്ടുകൾ ബി.ജെ.പിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൂട്ടൽ. അവിടെ വോട്ട് ശതമാനം വർദ്ധിച്ചില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നത് 24 മുതൽ 25% വരെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്നതാണ്. പക്ഷേ 15% താഴെയായിരുന്നു. പക്ഷേ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നതാണ് ബി.ജെ.പിയുടെ കണക്കാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇനി 12 മണ്ഡലങ്ങളിൽ അടുത്ത ഡേറ്റ പരിശോധിക്കുക. 12 മണ്ഡലങ്ങളിൽ 35,000 മുതൽ 40,000 വരെ വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. 13 മണ്ഡലങ്ങളിൽ 30,000 മുതൽ 35,000 വരെ വോട്ടുകൾ നേടാനും സാധിച്ചു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഡേറ്റ. അതിൽ തന്നെ വട്ടിയൂർക്കാവ് ഒപ്പം നേമം, ഈ 2 മണ്ഡലങ്ങൾ, അത് തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് നിലവിൽ ബി.ജെ.പി. പിടിച്ചിട്ടുള്ളത്. നേമത്തും വട്ടിയൂർക്കാവിലും ഒന്നാമത് എത്തുന്നു എന്നുള്ള ഡേറ്റ കൂടിയാണ് ബി.ജെ.പിയുടെ പക്കൽ ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി.ജെ.പി. തയ്യാറെടുക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ഇതുമാത്രവുമല്ല, നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് കൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. തൃശ്ശൂരിൽ ബി.ജെ.പി. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ വലിയ മുന്നേറ്റം. തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നാൽ അവിടെ നേമം,
വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ മണ്ഡലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ആയിരുന്നു നടത്തിയത്. ശശി തരൂരാകട്ടെ അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ, ഇപ്പോൾ പാറശാല പോലെ കോവളം പോലെയുള്ള ഇടങ്ങളിൽ ആണ് അത് മെയിൻറ്റെയിൻ ചെയ്തത് എന്നത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ആഞ്ഞു പിടിച്ചാൽ BJPക്ക് അന്യമല്ല കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളും എന്നൊരു ബോധ്യം BJPക്ക് ഉണ്ടാവുകയാണോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മിഷൻ 2026 കടക്കുന്നത്? അങ്ങനെ ഒരു കണക്കുകൂട്ടലിലാണ് BJP അഭിലാഷ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാലേകൂട്ടി. ഒരുപക്ഷെ രണ്ട് മുന്നണികളെക്കാൾ മുൻപ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ നടത്താൻ പോകുന്ന ഒരു പാർട്ടിയായി BJP മാറുകയാണ്. നമുക്കറിയാം തിരുവനന്തപുരം മേയർ സ്ഥാനം BJPയുടെ VV രാജേഷ് ഏറ്റെടുത്തത്, തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതൊക്കെ ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കിയ ഒന്നാണ്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ട്വീറ്റുകൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ദേശീയ നേതൃത്വവും ഈ വിഷയം ഏറ്റെടുക്കുകയും രാജ് ചന്ദ്രശേഖരനെയും മറ്റും അഭിനന്ദിക്കുകയും മറ്റും ചെയ്തിരുന്നു. കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തെ നേട്ടത്തെ അത്രമേൽ വിലമതിച്ചതായി അവർ കണക്കാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അതിനോട് ചേർത്ത് വെക്കണം. അപ്പോഴാണ് തിരുവനന്തപുരം ഫലം വന്നാൽ ഉടൻ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തും എന്ന് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് മുതൽ തന്നെ BJP നേതാക്കൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ജനുവരി 3-ാം വാരം, അതായത് ജനുവരി 24-ന് മുൻപ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് BJP സംസ്ഥാന നേതൃത്വം മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളും. ഇതിനോടനുബന്ധിച്ച് BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് കൂടി ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങൾ തയ്യാറാക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 34 മണ്ഡലങ്ങൾ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും BJPയുടെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം എന്നുള്ളതാണ്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെങ്കിൽ പോലും ഇത്തവണ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്ന തരംതിരിവില്ലാതെ 34 മണ്ഡലങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ച് അവിടെ സ്ഥാനാർത്ഥികളെ ജനുവരി 2-ാം വാരത്തോടുകൂടി പ്രഖ്യാപിച്ചു, അതായത് അടുത്ത ആഴ്ചയോടുകൂടി 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ ഇതിനകം തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും ഒപ്പം കഴക്കൂട്ടത്ത് V മുരളീധരനും തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം സ്വമേധയാ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നേതാക്കൾക്ക് ചുമതല നൽകിയിരുന്നത്. ആ മണ്ഡലങ്ങളിൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം ഈ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനമാണ്. അതിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞ 1-2 ഘടകങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതായത് 9 മണ്ഡലങ്ങളിൽ 40,000-ന് മുകളിൽ വോട്ട് BJP നേടി. ഇതിൽ 5 മണ്ഡലങ്ങളിൽ 45,000-ഓളം വോട്ടുകൾ നേടിയ 5 മണ്ഡലങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ 9 മണ്ഡലങ്ങൾ നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, മലമ്പുഴ, ഏലത്തൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂർ ഇങ്ങനെയുള്ള 9 മണ്ഡലങ്ങളിലാണ് BJP 40,000-ലധികം വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയത് എന്നത് ശ്രദ്ധേയമാണ്. ഈ മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷ BJP അർപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കളത്തിലിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം 35,000 മുതൽ 40,000 വരെ വോട്ടുകൾ നേടിയ 12 മണ്ഡലങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട് എന്നതും BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അത് കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, ചിറയൻകീഴ്, കൊട്ടാരക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഒറ്റപ്പാലം, പാലക്കാട്, മാവേലിക്കര ഈ മണ്ഡലങ്ങൾ, ഈ 12 മണ്ഡലങ്ങളിൽ 35,000-നും 40,000-നും ഇടയ്ക്ക് വോട്ട് BJP നേടിയിട്ടുള്ള എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന് 30,000-നും 35,000-നും ഇടയ്ക്ക് വോട്ട് നേടിയ 13 മണ്ഡലങ്ങൾ കൂടി ഈ 34 മണ്ഡലങ്ങളുടെ പട്ടികയിൽ BJP പെടുത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരമാണ് പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന് ആറ്റിങ്ങൽ മണ്ഡലം. നമുക്കറിയാം ആറ്റിങ്ങലിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ V മുരളീധരൻ വലിയ നേട്ടമുണ്ടാക്കിയ മണ്ഡലമാണ്. കുന്നത്തൂർ എന്ന സംവരണ മണ്ഡലം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി BJP കാണുന്നുണ്ട്. ആറന്മുള, നേരത്തെ കുമ്മനം രാജശേഖരനൊക്കെ മത്സരിച്ച മണ്ഡലമാണ് ആറന്മുള. കരുനാഗപ്പള്ളിയിൽ നമുക്കറിയാം UDFന്റെ 2 വർഷമായി UDFന്റെ കുത്തക മണ്ഡലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, 2 ടേമായി. മറ്റൊന്ന് കുണ്ടറയിൽ PC വിശ്വനാഥാണ് MLA. കോൺഗ്രസിന് ശക്തി കേന്ദ്രമാണ്. നേരത്തെ ഇടതുപക്ഷമൊക്കെ വലിയ ശക്തി തെളിയിച്ച അവിടെ 30,000-നും 30,000-നും ഇടയ്ക്ക് വോട്ടുകൾ BJP നേടിയ ഒരു മണ്ഡലമാണ്. ചേലക്കര കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലടക്കം ചേലക്കരയിൽ നേട്ടമുണ്ടാക്കിയെന്ന ആത്മവിശ്വാസം BJP
BJPക്ക് ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമായി മാറുന്നു. മണലൂരിലും BJPക്ക് 30,000-നും 30,000-നും ഇടയ്ക്ക് വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഷൊർണൂർ, കുന്നമംഗലം, കോഴിക്കോട് നോർത്ത്, നെന്മാറ ഇങ്ങനെ 13 മണ്ഡലങ്ങളിലും 30,000-നും 30,000-നും ഇടയ്ക്ക് വോട്ടുകൾ നേടിയ മണ്ഡലം. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വോട്ട് നേടിയ മണ്ഡലങ്ങൾ 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിന് ഇപ്പോൾ ഏതാണ്ട് സജ്ജമാകാനായി പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള നേതാക്കൾ, മത്സരിക്കാൻ സാധ്യതയുള്ള തയ്യാറെടുപ്പുള്ള നേതാക്കൾ അവിടെ സജീവമായിട്ടുണ്ട്. അവർ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നരേന്ദ്രമോദി അടുത്ത മാസം 24-നുള്ളിൽ ഇവിടെ എത്തുമ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അത് ഏതാണ്ട് 6,000 കോടി എന്നൊക്കെയുള്ള കണക്കുകൾ അനൗദ്യോഗികമായൊക്കെ ലഭിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തതയില്ല. അതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രഖ്യാപനമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമായി അത് മാറുകയും ചെയ്യും. നമുക്ക് മറ്റു കാര്യത്തിലേക്ക് പോകേണ്ടത് പ്രധാന മണ്ഡലങ്ങളിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് കൂടി നമുക്ക് ഏകദേശം ലഭ്യമായിട്ടുണ്ട്. അഭിലാഷ്, യെസ്, എന്തായാലും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ച മണ്ഡലങ്ങൾ, അതിൽ വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച ആ പേരുകളിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്.